ഹലോ ഗൈസ്, വെൽക്കം ടു അൻഡാദാസ് ബ്ലോഗ്. സുഖം ഞങ്ങൾക്ക് എല്ലാവർക്കും. പിന്നെ ഞാനിപ്പോൾ കുറച്ചായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് സംഭവമില്ല, എനിക്ക് സുഖമില്ലേന്നു. പിന്നെ എന്നറിയുമ്പം എക്സാമൊക്കെയാണ്, ഇൻ്റേണൽ എക്സാമൊക്കെ നായി. അപ്പം അതുകൊണ്ട് സംഭവം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റലില്ല. സോറി ഗൈസ്. നോക്കട്ടെ, ഇനി എന്നും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കട്ടെ. അപ്പം ഇന്ന് ഞാൻ കോളേജിൽ പോട്ടോ. ഇന്നുണ്ടേ ഇൻ്റർണൽ എക്സാം ഇന്നുണ്ട്. അതുകൊണ്ടാണ് പോകണില്ലെങ്കിൽ മടിയാ പോകാൻ എന്നും. അപ്പം ഞാൻ വേഗം പോട്ടോ. ഇവിടെ ഡിബേറ്റ് നടത്തുകയാണ്. മിസ്സുണ്ട് അവിടെ. ഗാന്ധിജി പറഞ്ഞത് ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമപ്രദേശങ്ങളിലാണ്. സ്ഥലമാണ്. അപ്പൊ നമ്മൾ ആ സംസ്ഥാനമാണ്. എന്താ പറയുക, ആൾക്കാർ കുറെ ജോലി ലക്ഷക്കണക്കിന് ജോലികളൊക്കെ ഈ കർണാടകയിൽ ഇതുവരെ തെളിയില്ലോ. അങ്ങനല്ലേ ഞമ്മക്ക് പെട്ടോ. മിസ്സിന്റെ അടുത്തുനിന്ന് ലിഫ്റ്റ് കിട്ടിയേ. വേണ്ട നമ്മളെ ട്യൂട്ടറാട്ടോ. ഗൈസ്, അങ്ങനെ ഞാൻ വീണ്ടും എത്തിട്ടോ. ഞാൻ കുറേ ദിവസമായി, ഒരു 3-4 ദിവസമായില്ലേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. സംഭവം എനിക്ക് ഇൻ്റർണൽ എക്സാം ഒക്കെയാണ്. അപ്പം അങ്ങനെ അതിൻ്റെ ഒരു തിരക്കിൽ ഇങ്ങനെ പോവാണ്. അസൈൻമെൻ്റ് ഉണ്ട്, ഇൻ്റർണൽ എക്സാം ഉണ്ട്, സെമിനാർ ഒക്കെ കൂടി ഉണ്ട്. ഇനിയും ഉണ്ട് കേട്ടോ. അടുത്ത ആഴ്ച തുടങ്ങും. അടുത്ത ആഴ്ച എക്സാം ഇങ്ങനെ നിരത്തി വരുന്നുണ്ട്. അമ്മ ഇവിടെ സാധനം മാറ്റിയേക്ക്. ഇന്ന് ശനിയാഴ്ചയാണ്. സോ ഇവിടെ സാധനങ്ങൾ അമ്മ ചാക്കിന്ന് മാറ്റി വെക്കുക. ഞാൻ കാണിച്ചുതരാം. ഇവിടെ കേട്ടോ സാധനങ്ങളൊക്കെ ഞാൻ ചമ്മന്തി അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. മല്ലിച്ചപ്പിൻ്റെ ചട്നി അല്ല അമ്മ, ബിക്കോസ് ഇന്നാണ് കിച്ചടി ഉണ്ടാക്കിയതാണെന്ന്. കിച്ചടി അതുകൊണ്ട് ഇവിടെ അമ്മ സാധനങ്ങളൊക്കെ എടുത്തേക്കണം. നാരങ്ങ ഇവിടെ രാവിലെ എന്നും നാരങ്ങ വെള്ളം കുടിക്കും കേട്ടോ. നല്ലതാണ് അല്ലേ അമ്മ? നല്ല സുഖമുണ്ടാവും. നല്ല സുഖം ഉണ്ടാവും. നമുക്ക് നാളെ ഇതുണ്ടാക്കാം, ചട്നി. യെസ്, വൈദ്യനെ കൊണ്ട് വാവും. പൊട്ടിച്ചമ്മ പൊട്ടിച്ച്. അമ്മ പൊട്ടിച്ചല്ല, പായതായിട്ട് പൊട്ടിച്ച്. കൊഴങ്ങി എന്തേ കൊഴങ്ങി വന്നിട്ടേ. അതിനൊന്നും ഞാൻ എല്ലാ പണിയും ചെയ്തൊന്നുമില്ല അമ്മക്ക്. അതന്നെ ഇപ്പൊ കുറച്ച് സുഖണ്ടേ. ചോറും അപ്പൊ ഞാൻ ചമ്മന്തി അരിച്ചിട്ട് വരാം. ഇവിടെ കിച്ചടി ഉണ്ടാക്കി കാണിച്ചേരേ. കിച്ചടി ഇന്ന് ശനിയാണല്ലോ. അപ്പം
കഴിഞ്ഞ ശനിയാഴ്ച ഉണ്ടാക്കിയിരുന്നു. എന്തുകൊണ്ട് അമ്മ ഉണ്ടാക്കിയിരുന്നല്ലോ കഴിഞ്ഞ ശനിയാഴ്ച? ബിരിയാണി കൊണ്ടുവന്നു. കഴിഞ്ഞ ശനിയാഴ്ച ബിരിയാണി കൊണ്ടുവന്നു. ചെറിയ ഏട്ടൻ. അപ്പം വലിയ ഏട്ടൻ പറഞ്ഞു കുറെ ആയി കിച്ചടി കഴിച്ചിട്ട് ഉണ്ടാക്കാൻ അല്ലേ അമ്മ? ഓവർടൈമിന് പൈസ കൊടുത്തിട്ട് അപ്പം അങ്ങനെ കോട്ടീനെ പൈസ കിട്ടിട്ട് 400 രൂപയ്ക്ക് ബിരിയാണി ബിരിയാണി. അപ്പം അതുകൊണ്ട് ഇന്ന് കിച്ചടി. പക്ഷെ എനിക്ക് ചോറുണ്ട്, എനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടമാണ്, പക്ഷെ ചോറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ചോറ് കിട്ടിയാൽ പിന്നെ ഒന്നും വേണ്ട. അതുകൊണ്ട് അപ്പം ഞാൻ വേഗം പോയി ചട്നി വെച്ച് തരാം ഗൈസ്. അങ്ങനെ ഞാനും അമ്മയും ഫുഡ് കഴിക്കും കേട്ടോ. എന്താ അറിയാം, കിച്ചടി. ആ ടേസ്റ്റ് ഇല്ല. ഞാൻ കാണിച്ചു തരട്ടെ എന്തൊക്കെയാണേന്ന് കേട്ടോ. ഇത് രാവിലത്തെ കിഴങ്ങിൻ്റെ ചട്നി, ചമ്മന്തി. ഇത് ചട്നി. ഇവിടെ പപ്പടം ഉണ്ട്. പിന്നെ ഈ സംഭവം ഫ്രൈ ചെയ്ത്. പിന്നെ ഇവിടെ നമ്മ കഴിക്കുന്നു. അമ്മ കഴിക്കുന്നു. അപ്പം ഞാനും വേഗം കഴിച്ചിട്ട് വരാം.